ഇറാന്റെ ആണവ പദ്ധതി, ബാലിസ്റ്റിക് മിസൈൽ വികസനം, ഹോർമുസ് കടലിടുക്കിലെ സൈനിക സാന്നിധ്യം, അമേരിക്കയുടെ നാവിക വിന്യാസം, ഇവയെല്ലാം ചേർന്നാണ് ഇപ്പോൾ ഒരു പുതിയ പ്രതിസന്ധി രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയ പ്രസ്താവന വന്നത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയിൽ നിന്നാണ്. അമേരിക്കയും ഇറാനും ആണവ ചർച്ചകൾ പുനരാരംഭിച്ച സാഹചര്യത്തിൽ ഇറാന്റെ ആണവ പദ്ധതി തിരിച്ചുവരവില്ലാത്ത അവസ്ഥയിലേക്ക് കടക്കുകയാണ് എന്നുള്ള മുന്നറിയിപ്പ് അദ്ദേഹം നൽകി. അത് ഇറാനിയൻ സ്റ്റേറ്റ് ടിവിയോടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ഒരു അന്താരാഷ്ട്ര മേൽനോട്ട ഏജൻസിയുടെ തലവൻ ഇത്തരമൊരു വാക്കുപയോഗിക്കുന്ന സാധാരണ മുന്നറിയിപ്പല്ല, അത് ലോകത്തെ പ്രധാന ശക്തികൾക്ക് നേരിട്ട് നൽകിയ ഒരു അടിയന്തര സൂചനയാണ്. അപ്പോൾ ഇറാൻ ആണവ പരിധികൾ ലംഘിക്കുവാനുള്ള ഏറ്റവും വലിയ ശ്രമവും ഏതൊരു ശ്രമവും നടത്തിയാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നും അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുമെന്നും അന്താരാഷ്ട്ര നയതന്ത്ര വൃത്തങ്ങളടക്കം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എങ്കിലും തങ്ങളുടെ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് എന്നും വൈദ്യുതി ഉൽപാദനം പോലുള്ള മേഖലകളിലേക്കാണ് ഇവ അല്ലെങ്കിൽ ഈ പദ്ധതി എന്ന് പറയപ്പെടുന്ന ലക്ഷ്യമിടുന്നത് എന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്.